ഹലോ, യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ക്ലബ് സാൻഡ്വിച്ച് ആണ്. ഞാൻ ഇന്നിവിടെ ചിക്കൻ ഫില്ലിങ്ങോട് കൂടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റോട് കൂടിയിട്ടുള്ള സാൻഡ്വിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിനായി ഞാനിവിടെ സാൻഡ്വിച്ച് ബ്രെഡ് എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീറ്റ് ബ്രെഡും ഉപയോഗിക്കാവുന്നതാണ്. ചിക്കൻ ഫില്ലിങ്ങിന് വേണ്ടി ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി വേവിച്ച് ചെറുതായി പിച്ചിയെടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സി ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കാവുന്നതാണ്. ഒരുപാട് അരഞ്ഞു പോകരുത്, ചെറിയ പീസുകളായിട്ട് നുറുക്കിയെടുത്താലും മതിയാവും. ഇനി ഗ്രേറ്റ് ചെയ്ത 1 കപ്പ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു വലിയ ക്യാരറ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു വലിയ സവോള ചെറുതായി നുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ അളവ് എത്രത്തോളം സാൻഡ്വിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കണമോ ആ അളവ് അനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഒരു ബൗൾ നിറയെ മയോണൈസ് കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. മയോണൈസിന് ഒരു കറക്റ്റ് അളവ് പറയാനില്ല. നമ്മൾ ചിക്കൻ ഫില്ലിങ്ങിന് എത്രത്തോളം മിക്സ് ചെയ്യാൻ വേണമോ അത്രത്തോളം ഉപയോഗിക്കണം. ഇനി ഒരു സാലഡ് കുക്കുംബർ വട്ടത്തിലരിഞ്ഞതും, ഒരു തക്കാളി വട്ടത്തിലരിഞ്ഞതും, കുറച്ച് ലെറ്റ്യൂസ് ഇലയും ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത്ര പച്ചക്കറി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കമോ അല്ലെങ്കിൽ സവോളയോ എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. സാൻഡ്വിച്ച് ഉണ്ടാക്കാനായി ഞാൻ ഇതുപോലത്തെ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡെല്ലാം നമ്മൾക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബ്രെഡിൻ്റെ 4 സൈഡും നന്നായി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഇത് ചെറുതായി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ടോസ്റ്റ് ചെയ്യുന്നില്ല. സാധാരണ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ക്ലബ് സാൻഡ്വിച്ച് ടോസ്റ്റ് ചെയ്യാതെയാണ് ഉണ്ടാക്കാറ്. ഇനി സാൻഡ്വിച്ചിലേക്ക് ആവശ്യമായി നമ്മൾക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു തവയിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തവ നന്നായി ചൂടായി വരുമ്പം അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ടേസ്റ്റിന് ആവശ്യമായി കുറച്ച് ഉപ്പുപൊടി ഒന്ന് വിതറി കൊടുക്കുക. അതേപോലെ തന്നെ ഞാനിവിടെ പിസ്സ ഹെർബ്സ് കുറച്ച് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം കുരുമുളക് പൊടിയും ചേർക്കാവുന്നതാണ്. മുട്ടയുടെ ഒരു ഭാഗം ഒന്ന് നന്നായി മൊരിഞ്ഞു വരുമ്പം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് ചിക്കൻ ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് 3 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്തിട്ടുണ്ട്. മയോണൈസ് ഒക്കെ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അളവനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ചേർക്കാം. കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോള ചെറുതായി അരിഞ്ഞതും ചേർക്കാം. നിങ്ങൾക്ക് പച്ചക്കറി ഒന്നും ചേർക്കാതെ ചിക്കൻ മാത്രമായിട്ടും ഇതുപോലെ സാൻഡ്വിച്ച് ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ടേസ്റ്റിന് ആവശ്യമായി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഓൾറെഡി ഉപ്പ് ചേർത്തതാണ്. പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കുറച്ച് ചേർത്താൽ മതിയാവും. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു സ്ലൈസ് ബ്രെഡിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബട്ടർ തേച്ച ബ്രെഡിന്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഫില്ലിംഗ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഫില്ലിംഗ് ഒക്കെ കുറച്ചധികം ചേർത്താൽ നല്ല ടേസ്റ്റ് ആണ്. ഇനി അടുത്ത സ്ലൈസ് ബ്രെഡിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾക്ക് ലെറ്റ്യൂസ് ഇല വെച്ച് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലേക്ക് ഒരു ചീസ് സ്ലൈസ് കൂടി വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന കുക്കുംബർ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ഒരു തക്കാളി കൂടി വെച്ച്
ഈ ബ്രെഡ് സ്ലൈസ് നമ്മൾക്ക് നേരത്തെ ചിക്കൻ പുരട്ടി വെച്ചിരിക്കുന്ന ബ്രെഡ് സ്ലൈസിന്റെ മുകളിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഇനി അടുത്ത ബ്രെഡ് സ്ലൈസിന്റെ മുകളിൽ കൂടി നമ്മൾക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ഓംലെറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് മൂന്നാമത്തെ ലെയറായി നമ്മൾക്ക് വെച്ച് കൊടുക്കാം. ക്ലബ് സാൻഡ്വിച്ച് എപ്പോഴും ഒരുപാട് ലെയറുകളുള്ള ഒരു സാൻഡ്വിച്ചാണ്, നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. ഇനി നമ്മൾക്ക് നാലാമത്തെ ബ്രെഡ് സ്ലൈസിലേക്ക് ബട്ടർ നന്നായി തേച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിന്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ചെറുതായി ഒന്ന് അമർത്തി ഫില്ലിംഗ് എല്ലാം ഒന്ന് ഫിക്സ് ആക്കി വെക്കുക. ഇനി നമ്മൾക്ക് ഈ സാൻഡ്വിച്ച് രണ്ട് സൈഡും ഒരു ടൂത്ത് പിക്ക് വെച്ച് നന്നായി ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമ്മൾക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ക്ലബ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ചിക്കൻ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ സാൻഡ്വിച്ച് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.